ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാറ്റേണിൽ വരുന്ന ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ വേണ്ടത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് മാത്രമാണ്. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ കുർത്തിക്ക് നെക്ക് ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു നെക്ക് ലൈൻ വി ഷേപ്പിലാണ്, കറക്റ്റ് വി ഷേപ്പല്ല, കുറച്ച് ഇതുപോലെ ഒന്ന് വളച്ച വി ഷേപ്പാണ്. എന്നിട്ട് ആ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ചെറിയൊരു ലൈൻ വരയ്ക്കണം. അത് വിസിബിളായിട്ടുള്ള ലൈൻ വേണ്ട, നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതെന്ന് പറയുന്നത് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമ്മൾ 14 ഇഞ്ചസ് താഴേക്ക് എടുക്കണം. താഴേക്ക് എടുത്ത ശേഷം അവിടം വരെയാണ് നമ്മുടെ ഫുൾ വർക്ക് വരേണ്ടത്. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ആ കുഞ്ഞായിട്ട് വരച്ചില്ലേ ആ ലൈനിൻ്റെ ഇത്രയും ഹൈറ്റേ വരാൻ പാടുള്ളൂ. കാരണം ആ ഒരു മോളിൽ നിന്ന് വരുമ്പോൾ വലിയതാണ്, ഇവിടുന്ന് 14 ഇഞ്ചസ് ഉണ്ടാവും. പക്ഷേ താഴേക്ക് വരുമ്പോഴത്തേക്ക് ചെറുതായി വരുന്ന പോലെ വേണം. ഇതെന്ന് പറയുന്നത് ഒരു സ്കെയിൽ ഡിസ്റ്റൻസിലാണ് കേട്ടോ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ലൈൻസ് വരച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കതിന് ഉള്ളിൽ ലീഫ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലോത്തിലേക്ക് വരച്ചപ്പോൾ ഞാനിവിടെ ലൈൻസ് മാത്രമേ വരച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ലൈൻസിലാണ് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ലൈൻസിലേക്ക് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരോ കട്ട് ബീഡ്സാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ സൈസ് നമ്പർ 12 ആണ്. വീണ്ടും നമ്മൾ സൈസ് നമ്പർ 12 ആണെന്ന് പറയുന്നത് ഇപ്പം ബിഗിനേഴ്സ് എങ്ങാനും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ബീഡ്സ് നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് അവർക്ക് ബീഡ്സ് ഇളകി പോകുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ ക്ലോത്തിലേക്ക് ബീഡ്സ് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും ഇളകിപ്പോയില്ല കേട്ടോ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്താൽ. ഇനി ആ ലൈൻസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ലീഫ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലീഫ് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 3-4 കട്ട് ബീഡ്സ് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് വെച്ച് കൊടുത്താൽ ആ ലീഫിൻ്റെ ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇതുപോലെ വരച്ചത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കുക. എന്നിട്ടൊരു 4 കട്ട് ബീഡ്സ് അല്ലെങ്കിൽ ഒരു 5 കട്ട് ബീഡ്സ് നീഡിലേക്ക് എടുക്കുക. എന്നിട്ട് ചെരിച്ച് താഴേക്ക് വന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതേപോലെ ഒരു 3 പെയർ കട്ട് ബീഡ്സ് വെച്ച് കഴിയുമ്പോൾ അതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ആകുന്നതായിരിക്കും. സെയിം രീതിയിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുവാണ്. അപ്പം അവിടെയും ഇതേപോലെ തന്നെ ആയിരിക്കും ലീഫ് വരിക. 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നീഡിൽ നമ്പർ 12 ത്രെഡ് കടത്താനായിട്ട് നല്ല ബുദ്ധിമുട്ടാണെന്ന്. അതങ്ങനെയാണ് കേട്ടോ. ആ നീഡിൽ നമ്പർ 12 എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ചെറിയ ബീഡ്സൊക്കെ കടന്നു പോകുന്ന ഒരു നീഡിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഹോള് ചെറുതാണെങ്കിൽ മാത്രമേ നമുക്ക് ബീഡ്സ് ഉള്ളിലൂടെ കടന്നു പോകത്തുള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് ആ നീഡിലുമായിട്ട് യൂസ്ഡ് ആകാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒരാഴ്ചയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആ നീഡിലേക്ക് ത്രെഡ് എടുക്കാനൊക്കെ വളരെ എക്സ്പേർട്ടായി മാറുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഡ് വർക്ക്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ജസ്റ്റ് ഇത് വരയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.